ഒരു അച്ഛന്റെയും മകന്റെയും ചോര ഒന്നുതന്നെയാണെങ്കിലും അവർ തമ്മിൽ കണ്ടാൽ അപ്പോഴേക്കും യുദ്ധക്കളമാകുന്ന അവസ്ഥ നിങ്ങളുടെ വീട്ടിലുമുണ്ടോ? പരസ്പരം മുഖത്തു നോക്കി ഒരു വാക്കുപോലും സംസാരിക്കാൻ കഴിയാത്ത വിധം അകന്നുപോകുന്ന അച്ഛനും മകനും. ഇതിനു പിന്നിൽ വെറുമൊരു സ്വഭാവദൂഷ്യമല്ല, മറിച്ച് ആകാശത്തെ നക്ഷത്രങ്ങൾ ഒളിച്ചുവെച്ചിരിക്കുന്ന വലിയൊരു രഹസ്യമുണ്ട്. നമ്മൾ ജനിച്ച സമയത്തെ നക്ഷത്രങ്ങൾ തമ്മിൽ ശത്രുതയിലായാൽ അത് ആ കുടുംബത്തിന്റെ സമാധാനം തന്നെ തകർത്തുകളയും. ജ്യോതിഷത്തിൽ ഇതിനെ പിതൃപുത്ര ദോഷം എന്നാണ് വിളിക്കുന്നത്. പ്രപഞ്ചത്തിലെ 27 നക്ഷത്രങ്ങളും വെറും പ്രകാശഗോളങ്ങളല്ല, അവ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ശക്തികളാണ്. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് ദക്ഷപ്രജാപതിയുടെ മക്കളായ ഈ നക്ഷത്രങ്ങൾ ചന്ദ്രന്റെ പത്നിമാരാണ്. ഇവരിൽ ചില നക്ഷത്രങ്ങൾ തമ്മിൽ ജന്മനാ ശത്രുതയിലാണ് കഴിയുന്നത്. ഈ ശത്രുതയുള്ള നക്ഷത്രങ്ങളിൽ അച്ഛനും മകനും ജനിച്ചാൽ ആ വീട്ടിൽ എന്നും അശാന്തി മാത്രമായിരിക്കും ഫലം. ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ താമസിക്കുമ്പോഴും അവർ 2 ധ്രുവങ്ങളിലായി ജീവിക്കേണ്ടി വരുന്നു. കാലങ്ങളായി പല കുടുംബങ്ങളെയും കണ്ണീരിലാഴ്ത്തുന്ന ഈ നക്ഷത്രപ്പൊരുത്തക്കേടിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ഇതിനു പിന്നിലുള്ള പുരാണ കഥകൾ എന്തൊക്കെയാണെന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ഇത് കേവലം ഒരു വിശ്വാസമല്ല, ജീവിതത്തിൽ പലരും അനുഭവിച്ചറിയുന്ന വലിയൊരു സത്യമാണ്. ആകാശത്തെ നക്ഷത്രക്കൂട്ടങ്ങളിൽ അഗ്നിയും വായുവും നേർക്കുനേർ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അത്തരമൊരു ഭയപ്പെടുത്തുന്ന കോമ്പിനേഷനാണ് കാർത്തികയും വിശാഖവും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ഒരു അച്ഛനും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച മകനും ഒരു വീട്ടിലുണ്ടെങ്കിൽ അവിടെ തർക്കങ്ങൾക്കൊരിക്കലും പഞ്ഞമുണ്ടാകില്ല. ഇതിന് പിന്നിലെ ജ്യോതിഷ കാരണം നോക്കിയാൽ കാർത്തികയുടെ അധിപൻ അഗ്നിയാണെന്ന് കാണാം. എന്നാൽ വിശാഖത്തിന്റെ അധിപൻ ഇന്ദ്രാഗ്നിയുമാണ്. പ്രകൃതിയിൽ കാറ്റും തീയും ഒന്നിച്ചു ചേരുമ്പോൾ വലിയൊരു കാട്ടുതീ ഉണ്ടാകുന്നത് പോലെയാണ് ഈ 2 നക്ഷത്രക്കാരും തമ്മിൽ ഒന്നിക്കുമ്പോൾ സംഭവിക്കുന്നത്. പുരാണങ്ങൾ പരിശോധിച്ചാൽ കാർത്തികേയന്റെ അഥവാ സുബ്രഹ്മണ്യന്റെ ജനനവുമായി ബന്ധപ്പെട്ട കഥകളിൽ കാർത്തിക നക്ഷത്രത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. ശിവന്റെ തീക്ഷ്ണമായ തേജസ് താങ്ങാൻ കഴിയാതെ അഗ്നി അത് ഗംഗാനദിയിൽ നിക്ഷേപിക്കുകയും തുടർന്ന് ശരവണപ്പൊയ്കയിൽ 6 കുട്ടികളായി വളർന്ന ആ ദിവ്യരൂപങ്ങളെ കാർത്തിക പെണ്ണുങ്ങൾ മുലയൂട്ടി വളർത്തുകയുമാണുണ്ടായത്. ഈ ഊർജ്ജമാണ് കാർത്തിക നക്ഷത്രക്കാരിലുള്ളത്. ഇതിനു നേരെ വിപരീതമായി വിശാഖം നക്ഷത്രം എന്നത് ദേവേന്ദ്രന്റെയും അടക്കി ഭരിക്കാനുള്ള ശക്തിയുടെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ 2 ശക്തമായ ഊർജ്ജങ്ങൾ ഒരു കുടുംബത്തിൽ നേർക്കുനേർ വരുമ്പോൾ അച്ഛനും മകനും തമ്മിൽ കടുത്ത ഈഗോ പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പരസ്പരം വിട്ടുകൊടുക്കാൻ 2 പേരും തയ്യാറാകാത്തതാണ് ഈ നക്ഷത്രപ്പൊരുത്തക്കേടിന്റെ പ്രധാന ലക്ഷണം. ലക്ഷ്മി ദേവിയും മൂദേവിയും ഒരേ സ്ഥലത്ത് ഒന്നിച്ചു കഴിയുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. ഇതുപോലെ തന്നെയാണ് രോഹിണി നക്ഷത്രക്കാരനായ അച്ഛനും ജ്യേഷ്ഠ നക്ഷത്രക്കാരനായ മകനും തമ്മിലുള്ള ബന്ധവും. ചന്ദ്രന്റെ 27 ഭാര്യമാരിൽ വെച്ച് ചന്ദ്രന് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു രോഹിണി. അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിൽ രോഹിണി എന്നത് അതിരറ്റ സൗന്ദര്യത്തിന്റെയും സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇതിന് നേർവിപരീതമായി നിൽക്കുന്ന നക്ഷത്രമാണ് ജ്യേഷ്ഠ. ഇത് ദാരിദ്ര്യത്തിന്റെയും കോപത്തിന്റെയും പ്രതീകമായ ജ്യേഷ്ഠാദേവിയുമായി, അതായത് നമ്മൾ പറയുന്ന മൂദേവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുരാണങ്ങളിലെ പാലാഴി മഥന കഥ പരിശോധിച്ചാൽ ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതിനായി പാലാഴി കടഞ്ഞപ്പോൾ ലക്ഷ്മീദേവി ഉയർന്നു വരുന്നതിന് തൊട്ടുമുൻപാണ് മൂദേവി അവിടെ നിന്നും പുറത്തു വന്നത്. ഐശ്വര്യത്തിന്റെ പ്രതീകമായ അച്ഛന്റെ നക്ഷത്രത്തിന് നേരെ എതിരായി ദാരിദ്ര്യത്തിന്റെ പ്രതീകമായ മകന്റെ നക്ഷത്രം വന്നാൽ അത് ആ കുടുംബത്തിന്റെ അടിത്തറ തന്നെ ഇളക്കും. ഇങ്ങനെയുള്ളവർ ഒന്നിച്ചു ജീവിക്കുമ്പോൾ ആ വീട്ടിൽ പെട്ടെന്ന് സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാകാനും സമാധാനം പൂർണ്ണമായി നശിക്കാനും സാധ്യതയുണ്ടെന്ന് പുരാണങ്ങൾ വ്യക്തമാക്കുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയ വഴക്കുകളിലേക്ക് കലാശിക്കാറുണ്ട്. സിംഹവും നാഗവും തമ്മിൽ പ്രകൃതിയിലുള്ള ആ ജന്മശത്രുത ഒരു വീടിനുള്ളിലേക്ക് വന്നാൽ എങ്ങനെയുണ്ടാകും? അത്തരമൊരു ഭീകരമായ അവസ്ഥയാണ് ആയില്യം നക്ഷത്രക്കാരനായ മകനും മകം നക്ഷത്രക്കാരനായ അച്ഛനും തമ്മിൽ ഒത്തുചേരുമ്പോൾ സംഭവിക്കുന്നത്. ആയില്യം നക്ഷത്രത്തിന്റെ അധിപൻ നാഗങ്ങളാണ്. എന്നാൽ മകം നക്ഷത്രത്തിന്റെ പ്രതീകം കാട്ടിലെ രാജാവായ സിംഹവും അതിന്റെ അധിപൻ പിതൃക്കളുമാണ്. ഈ 2 ജീവികളും തമ്മിൽ കണ്ടുമുട്ടിയാൽ അവിടെ ചോരപ്പുഴ ഒഴുകുമെന്ന കാര്യം ഉറപ്പാണ്. ജ്യോതിഷശാസ്ത്രപ്രകാരം ആയില്യം നക്ഷത്രത്തിൽ ഒരു മകൻ ജനിച്ചാൽ അത് അച്ഛന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും അത്ര നല്ലതല്ലെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ തന്നെ ആയില്യം നക്ഷത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗത്തിലാണ് കുട്ടിയുടെ ജനനമെങ്കിൽ അത് അച്ഛന്റെ ഐശ്വര്യത്തെയും സമ്പത്തിനെയും വളരെ ദോഷകരമായി ബാധിക്കും. നാഗങ്ങളുടെ പ്രതികാര ബുദ്ധിയും സിംഹത്തിന്റെ അഹങ്കാരവും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ വരുമ്പോൾ അവിടെ സ്നേഹത്തിനു പകരം സംശയവും ദേഷ്യവും മാത്രമായിരിക്കും അവശേഷിക്കുക. അച്ഛൻ എന്തു പറഞ്ഞാലും അതിനെ എതിർക്കുക എന്നത് ഈ മകന്റെ ഒരു ശീലമായി മാറാറുണ്ട്. പുരാണങ്ങളിൽ പറയുന്ന ഈ പ്രകൃതി സഹജമായ ശത്രുത കാരണം ഇവർ തമ്മിലുള്ള ബന്ധം എപ്പോഴും ഒരു അഗ്നിപർവ്വതം പോലെ പുകഞ്ഞുകൊണ്ടിരിക്കും. ഏതു സമയത്താണ് ഇത് പൊട്ടിത്തെറിക്കുക എന്ന് പ്രവചിക്കാൻ പോലും സാധിക്കില്ല. ദേവേന്ദ്രന്റെ അഹങ്കാരവും പിതൃക്കളുടെ ശാന്തതയും തമ്മിൽ ഏറ്റുമുട്ടിയാൽ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുക? ഈയൊരവസ്ഥയാണ് മകം നക്ഷത്രക്കാരനായ അച്ഛനും
കേട്ട നക്ഷത്രക്കാരനായ മകനും തമ്മിൽ ജന്മന ഉണ്ടാകുന്നത്. മകം നക്ഷത്രത്തിന്റെ അധിപന്മാരായി വരുന്നത് നമ്മുടെ പൂർവികരായ പിതൃക്കളാണ്. എന്നാൽ കേട്ട നക്ഷത്രത്തിന്റെ അധിപൻ ദേവന്മാരുടെ രാജാവായ ദേവേന്ദ്രനാണ്. പഴയകാലം മുതൽക്കേ കേരളത്തിലെ പഴമക്കാർക്കിടയിൽ പറയുന്ന ഒരു പ്രശസ്തമായ ചൊല്ലുണ്ട്, കേട്ടേൽ പിറന്നാൽ ജ്യേഷ്ഠന് കേട് എന്ന്. ഇവിടെ ജ്യേഷ്ഠൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബത്തിലെ മൂത്ത ആളുകളെയാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന മകൻ കുടുംബത്തിലെ മൂത്ത കുട്ടിയാണെങ്കിൽ അത് അച്ഛന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വലിയ രീതിയിലുള്ള ദോഷങ്ങൾ വരുത്തിവെക്കുമെന്നാണ് ജ്യോതിഷവിശ്വാസം. പിതൃക്കളുടെ അനുഗ്രഹവും വിനയവുമുള്ള മകം നക്ഷത്രക്കാരനായ അച്ഛന് ഇന്ദ്രന്റെ അഹങ്കാരവും തന്നിഷ്ടവുമുള്ള കേട്ട നക്ഷത്രക്കാരനായ മകന്റെ സ്വഭാവത്തോട് ഒത്തുപോകാൻ ഒട്ടും കഴിയില്ല. രണ്ടുപേരും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചകളും ഉണ്ടാകാറില്ല. ഈ രണ്ട് വ്യത്യസ്ത ഊർജങ്ങൾ തമ്മിൽ നിരന്തരം പോരടിക്കുമ്പോൾ ആ കുടുംബത്തിലെ സന്തോഷം പൂർണ്ണമായും ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പിതൃപുത്ര ദോഷങ്ങൾ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അത് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? വെറുതെ ഉണ്ടാകുന്ന വഴക്കുകളെല്ലാം നക്ഷത്രദോഷം കൊണ്ടാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഈ ദോഷത്തിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് അച്ഛനും മകനും തമ്മിലുള്ള ആശയവിനിമയം പൂർണ്ണമായി തടസ്സപ്പെടുക എന്നതാണ്. രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ എത്ര നല്ലതാണെങ്കിലും പരസ്പരം മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. വളരെ നിസ്സാരമായ മറ്റാർക്കും ഒരു പ്രശ്നമായി തോന്നാത്ത കാര്യങ്ങൾക്ക് പോലും വീട്ടിൽ വലിയ യുദ്ധങ്ങൾ നടക്കും. മറ്റൊരു ഭയപ്പെടുത്തുന്ന ലക്ഷണം അച്ഛന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന രോഗങ്ങളാണ്. മകൻ വളർന്നു വലുതാകുന്ന ഓരോ ഘട്ടത്തിലും അച്ഛന് വിട്ടുമാറാത്ത രോഗങ്ങളും കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാൻ തുടങ്ങും. ഇതിനൊപ്പം തന്നെ കുടുംബത്തിൽ വലിയ സാമ്പത്തിക തകർച്ചകളും വന്നുഭവിക്കാം. ചെയ്യുന്ന ബിസിനസ്സിലോ ജോലിയിലോ പെട്ടെന്നുണ്ടാകുന്ന നഷ്ടങ്ങൾ, കടബാധ്യതകൾ എന്നിവ ഈ ദോഷത്തിന്റെ ഫലമായി ഉണ്ടാകാം. വീട്ടിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുന്നത് പോലെയാണ് അന്തരീക്ഷം അനുഭവപ്പെടുക. വീട്ടിലേക്ക് കയറാൻ പോലും രണ്ടുപേർക്കും താല്പര്യമില്ലാത്ത അവസ്ഥ ഇതിന്റെ ഫലമായി ഉണ്ടാകുന്നു. ജ്യോതിഷത്തിൽ എത്ര വലിയ ദോഷങ്ങളുണ്ടായാലും അതിനെല്ലാം കൃത്യമായ പരിഹാരമാർഗങ്ങളും ശാസ്ത്രം പറഞ്ഞു തരുന്നുണ്ട്. അച്ഛനും മകനും തമ്മിലുള്ള ഈ നക്ഷത്രപ്പൊരുത്തക്കേട് മാറ്റാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നക്ഷത്രശാന്തി പൂജയാണ്. കുട്ടി ജനിച്ച ഉടനെ തന്നെ ജാതകത്തിൽ ഇത്തരം ദോഷങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ഈ പൂജ ചെയ്യുന്നത് വഴി ദോഷത്തിന്റെ തീവ്രത വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. കുട്ടിയുടെ ജനന നക്ഷത്രത്തിന്റെ അധിപനായ ദേവനെ പ്രത്യേക വഴിപാടുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും പ്രീതിപ്പെടുത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അച്ഛന്റെയും മകന്റെയും ജാതകത്തിലെ പ്രതികൂല ഗ്രഹങ്ങളെ ശാന്തമാക്കാൻ വീട്ടിലോ അല്ലെങ്കിൽ അടുത്തുള്ള പ്രശസ്തമായ ക്ഷേത്രങ്ങളിലോ നവഗ്രഹ ശാന്തി ഹോമം നടത്തുന്നത് വളരെ ഉത്തമമാണ്. ഇത് കുടുംബത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാവിധ നെഗറ്റീവ് ഊർജങ്ങളെയും ഇല്ലാതാക്കാൻ സഹായിക്കും. കൂടാതെ മകം, ഭരണി തുടങ്ങിയ നക്ഷത്രങ്ങൾ പിതൃക്കളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അച്ഛനും മകനും ഒന്നിച്ച് പുണ്യനദികളിലോ ക്ഷേത്രങ്ങളിലോ പോയി പിതൃതർപ്പണം നടത്തുന്നത് വഴി പരസ്പരമുള്ള ശത്രുത കുറയുമെന്നാണ് വിശ്വാസം. പൂർവികരുടെ അനുഗ്രഹം ലഭിക്കുന്നതോടെ കുടുംബത്തിലെ അശാന്തി മാറി സമാധാനം തിരിച്ചുവരാൻ തുടങ്ങും. ഒരു കുടുംബത്തിന്റെ ഐശ്വര്യവും വിളക്കും എപ്പോഴും ആ വീട്ടിലെ അമ്മയാണ്. അച്ഛനും മകനും തമ്മിലുള്ള കടുത്ത അസ്വാരസ്യങ്ങളും വഴക്കുകളും മാറ്റിയെടുക്കാൻ അമ്മമാർക്ക് ചില പ്രത്യേക പൂജകളും വഴിപാടുകളും അനുഷ്ഠിക്കാവുന്നതാണ്. മഹാദേവ ക്ഷേത്രത്തിൽ പോയി അച്ഛന്റെയും മകന്റെയും പേരിൽ മൃത്യുഞ്ജയ ഹോമവും ധാരയും നടത്തുന്നത് ഇവരുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കാർത്തിക, വിശാഖം നക്ഷത്രക്കാരുടെ കടുത്ത കോപവും ഈഗോ പ്രശ്നങ്ങളും ശാന്തമാക്കാൻ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പാനക വഴിപാടും ഭസ്മാഭിഷേകവും നടത്തുന്നത് ഏറ്റവും മികച്ച പരിഹാരമാണ്. കുടുംബത്തിൽ എന്നും സമാധാനവും ഐശ്വര്യവും നിലനിർത്താൻ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷസൂക്ത പുഷ്പാഞ്ജലി കഴിക്കുന്നത് വഴി സാധിക്കും. വീട്ടിലെ നെഗറ്റീവ് ഊർജം പൂർണ്ണമായി മാറ്റി എല്ലാവരും തമ്മിൽ ഒത്തൊരുമയുണ്ടാകാൻ ദേവീക്ഷേത്രങ്ങളിൽ ഭഗവതി സേവയും ലളിതാ സഹസ്രനാമ അർച്ചനയും നടത്തണം. അമ്മ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഈ പ്രാർത്ഥനകൾക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അമ്മമാർ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ കഴിക്കുന്നതിനൊപ്പം തന്നെ സ്വന്തം വീട്ടിൽ വെച്ചും ചില കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. തിങ്കളാഴ്ച വ്രതം നോൽക്കുന്നത് ഭർത്താവിൻ്റെയും മകന്റെയും ദീർഘായുസ്സിനും അവരുടെ മനസ്സിലെ ദേഷ്യം മാറുന്നതിനും വളരെ ഉത്തമമാണ്. വ്രതശുദ്ധിയോടെ തിങ്കളാഴ്ചകളിൽ ഉപവാസമോ ഒരു നേരം മാത്രം ജലപാനമോ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് വീട്ടിൽ കൃത്യമായി നിലവിളക്ക് കൊളുത്തി ശിവസഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ ജപിക്കുന്നത് പതിവാക്കണം. ഈ നാമജപത്തിൽ നിന്നുണ്ടാകുന്ന പോസിറ്റീവ് തരംഗങ്ങൾ വീടിനുള്ളിലെ കടുത്ത അശാന്തിയെയും തർക്കങ്ങളെയും ഇല്ലാതാക്കാൻ സഹായിക്കും. അന്തരീക്ഷം ശാന്തമാകുന്നതോടെ അച്ഛന്റെയും മകന്റെയും മനസ്സിലെ വിദ്വേഷം പതുക്കെ കുറഞ്ഞുവരും. അമ്മമാരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്കും അവർ മനസ്സോടെ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾക്കും ഏത് കടുത്ത ഗ്രഹദോഷത്തെയും ശാന്തമാക്കാനുള്ള അപൂർവമായ ശക്തിയുണ്ട്. ശാസ്ത്രീയമായ ഇത്തരം പരിഹാരങ്ങളും ഈശ്വരവിശ്വാസവും ഒരുമിച്ച് കൊണ്ടുപോയാൽ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന കുടുംബത്തെ പോലും തിരികെ സന്തോഷത്തിലേക്ക് നയിക്കാൻ കഴിയും.
വിധി എന്നത് നമ്മുടെ നക്ഷത്രങ്ങളിൽ ജനന സമയത്ത് തന്നെ എഴുതപ്പെട്ടതാണെങ്കിലും യഥാർത്ഥ സ്നേഹവും പ്രാർത്ഥനയും കൊണ്ട് അതിനെ തിരുത്തി എഴുതാൻ മനുഷ്യന് സാധിക്കുമെന്നതാണ് ജ്യോതിഷത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത. ഈ പറയുന്ന നക്ഷത്രപ്പൊരുത്തക്കേടുകളൊക്കെയും ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില സൂചനകൾ മാത്രമാണ്. അതിനെ ഭീതിയോടെ കണ്ട് പരസ്പരം അകലേണ്ട യാതൊരു ആവശ്യവുമില്ല. ശരിയായ പ്രതികർമ്മങ്ങളിലൂടെയും വഴിപാടുകളിലൂടെയും അതിലുപരിയായി പരസ്പരമുള്ള സ്നേഹത്തിലൂടെയും വിട്ടുവീഴ്ചകളിലൂടെയും ഏതൊരു വലിയ ദോഷത്തെയും നമുക്ക് മറികടക്കാൻ കഴിയും. ഈശ്വരവിശ്വാസത്തോടെയും ശാസ്ത്രീയമായ പരിഹാരങ്ങളോടെയും മുന്നോട്ടു പോയാൽ നിങ്ങളുടെ കുടുംബത്തിലും എന്നും സന്തോഷവും സമാധാനവും നിലനിർത്താം. ഈ ഒരു അറിവ് നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഒരു വഴിത്തിരിവാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അച്ഛനും മകനും തമ്മിൽ ഇത്തരം പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടോ? അവരുടേത് നമ്മൾ ഈ പറഞ്ഞ ശത്രു നക്ഷത്രങ്ങളാണോ എന്ന് താഴെ കമന്റ് ബോക്സിൽ വ്യക്തമാക്കുമല്ലോ.